ഹജ്ജ് ചെയ്ത് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് ഇപ്പോൾ ഹദീസിൻ്റെ ഉണ്ട് 5 നേരം നിസ്കരിക്കും, ഖുർആനോട് ഹജ്ജ് ചെയ്ത് നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, അവസാനം ഈമാനില്ലാതെ മരിക്കുമെന്ന് പറയും. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. അതായത് അവസാന കാലത്ത് പള്ളികൾ പെരുക്കും, പള്ളികൾ തിങ്ങി നിറഞ്ഞ് നിസ്കരിക്കാൻ ആളുണ്ടാവും, പക്ഷേ ഈമാൻ്റെ അഹ്ലിൽ വലൈസ ബിഹി ഈമാനും, ഈമാൻ എന്ന് പറയുന്ന സാധനം അതിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞില്ല കഥ. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഇത് 5 ചെയ്ത് മുഅ്മിനായിട്ടും മുസ്ലിമായിട്ടും മരിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആദം നബിയോട് ആദ്യം ഇബ്ലീസ് പറഞ്ഞൊരു വാക്കാണത്. ആദം നബി അലൈഹി സ്വലാമിനെ പഠിച്ചു വെച്ചിട്ട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് ഒഴികെ ബാക്കിയൊക്കെ സുജൂദ് ചെയ്യും. ഇബ്ലീസ് എന്താ പറഞ്ഞാൽ, അത് മണ്ണും കൊണ്ട് പഠിച്ച സാധനമാണ്, ഞാൻ തീ കൊണ്ട് പഠിച്ചത്, നിനക്ക് സുജൂദ് ചെയ്യാം, ആദമിന് ഖലീഫാക്ക് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ കഥ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ കലീമുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈമാൻ പൂർത്തിയാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ആരെങ്കിലും പേര് പറഞ്ഞാൽ ഈമാൻ സലാമത്താവില്ല. അല്ലെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ സലാമത്താവില്ല. പിന്നെ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നിങ്ങൾ ഇബ്ലീസിൻ്റെ ആളായി. ഇബ്ലീസ് എന്ന് പറഞ്ഞ വാക്കിനെ നിങ്ങൾ പാലിക്കാറൊക്കെ. നിങ്ങൾ റസൂലുള്ളാഹിയുടെ ഉമ്മത്തികളുടെ പേരും പറഞ്ഞു നടന്നുകൊണ്ട് ഞാൻ പണ്ഡിതനാണ്, മറ്റാണ്, മറിച്ചാണ്, പണ്ഡിതന്മാർ പറഞ്ഞു നടക്കാനുള്ള സാധനക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. പണ്ഡിതന്മാർ വിഷയം ചെയ്യും. എല്ലാ സാധനവും ദുഷിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ട് നന്നാക്കാം. ഉപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മരുന്നില്ല. അതാണ് എൻ്റെ കളി. അപ്പം അത് നമ്മൾ സൂക്ഷിക്കുക. അപ്പം നമ്മൾ ഖബറിലേക്ക് നമ്മൾ പോകുന്നുള്ള ധാരണ നമുക്കുണ്ടാവും. നമ്മൾ അതിനുള്ള വഴി ധരിപ്പിടിക്കുക. പിന്നെ പറഞ്ഞ് മല്ലാതെ ചെയ്യും വശ ചെയ്താന്ന് പറഞ്ഞു, അത് കള്ളതീസാന്ന് പറഞ്ഞു. കള്ളതീസാണെങ്കിൽ നല്ല അതീസ് ചെയ്യാൻ പറഞ്ഞുതരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളുൽ ഇൻസാനി യത്ലബു ഷൈഉ ഹാമിലത്തുൻ വബിശ്ശാഫി വബിറൂമി മക്കാന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ കള്ളതീസാക്കോ? ഇനി അത് പോട്ടെ, ഖുർആൻ്റെ ആയത്ത് വേണം. അതുകൊണ്ട് കാരണം ഓരോ മുസ്ലിമായ മനുഷ്യരും ഓരോ കാമില ഷെയ്ഖിനെ കണ്ടുപിടിച്ചാൽ അവർക്ക് നിർബന്ധമാണ്. അത് ചൈനയിലായാലും റഷ്യയിലായാലും അമേരിക്കയിൽ നിങ്ങൾ പോയി തേടി പിടിച്ചോളാനാണ് പറഞ്ഞത്. അത് ഖുർആനിൽ തന്നെ പറയണം, നിങ്ങൾ റഷ്യയിലെ തേടി പിടിച്ചോളണം. ഇസ്ലാമെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ്. അതിന് മാധ്യമമില്ലാതെ ഒരു കാലത്തും നടക്കില്ല, അതിനിടയ്ക്ക് ഒരാൾ വേണം. അപ്പം നിങ്ങൾ തന്നെ ഇവിടെ ജനിച്ചോ? നിങ്ങളുടെ വാപ്പായും ഉമ്മ പ്രസവിക്കാതെ നിങ്ങൾ ജനിച്ചിട്ടില്ലല്ലോ. അതേമാതിരി ഞങ്ങൾ കൂട്ടിയാൽ മതി ഓരോ കാര്യങ്ങൾ. അപ്പം മനുഷ്യന് സ്വയബുദ്ധി മനുഷ്യനെ കൊടുത്തേക്കണം. ആ വിശേഷ ബുദ്ധി മൃഗത്തിന് കൊടുത്തില്ല. ആ വിശേഷ ബുദ്ധി മനുഷ്യന് കൊടുത്തത് ചിന്തിച്ചെടുക്കാനാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടുകൊണ്ട് ഓടിച്ചല്ലത് ആരുടെ കാര്യം. ഞാൻ പണ്ഡിതന്മാരെ പറ്റുമെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയില്ല, അത് ഞങ്ങൾ പിന്നിൽ എന്നോട് പറഞ്ഞോളൂ. അപ്പോൾ ഈ പാവങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടുത്തെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് നിരീക്ഷിക്കില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല വേദി ഇറക്കുന്ന സമയത്ത് ആദ്യം വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇപ്പം ഇത്രയും മാത്രമേ പറയണുള്ളൂ. നമ്മുടെ പിന്നിൽ സംസാരിക്കാൻ ആൾ വരുന്നുണ്ട്. നമ്മൾ തലവഴിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാഹി ശൈതാൻ വഴി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. ഈ നാമത്താൽ ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا مولانا محمد اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربنا صغيرا اللهم باعد بيننا وبين نفوسنا وآتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا آتنا خير الدنيا وخير الآخرة وقنا شر الدنيا وشر الآخرة اللهم اهد ركابنا ركاب آبائنا وأمهاتنا ومشايخنا وأستاذنا وقارئنا وجيراننا ولجميع أمة محمد صلى الله عليه وسلم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم. السلام عليكم. അൽമദീന ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് ഇറക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് എഴുതിയ റാബിയത്തുൽ അദബിയ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം മഹാനായ ഖുത്ബുസ്സമാൻ ബിക്സിമോയ് അവാർഡിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഫലില്ലാഹ്. ഇനി ബഹുമാനപ്പെട്ട അബ്ബാസ് ഫൈസിയുടെയും ഫദലുല്ലാ ഫൈസിയുടെയും പ്രഭാഷണമാണ്. മഹാൻ തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അബ്ബാസ് ഉസ്താദ് പ്രസംഗിക്കുന്നു.